പ്രാർത്ഥിക്കും. ഇങ്ങനെ ബലപ്പെടുത്തുവാനായിട്ട് എന്റെ പരിശുദ്ധ വന്ന ധ്യാനിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ യോജിക്കണം. അടിയന്തരമായ വാക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തയും ജ്ഞാനവും അങ്ങനെ മാത്രം പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയില് വ്യത്യസ്തമായ കഴിവുകളുള്ള ജീവിതങ്ങളെ ദൈവസ്ഥയിൽ ഓർമ്മ സ്തുതിക്കുന്നതിന് അവരെ കരുതുന്നതിനുള്ള ദൈവിക നിയോഗത്തെ പറ്റി ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആരാധന നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ഡിഫറൻറ്റ്ലി ഏബിൾ എന്ന് പറയുന്നത് ഒരു പുതിയ കാലയളവിന്റെ ഭാഷയാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഡിസേബിൾഡ് എന്നൊരു വാക്കാണ്. കാരണം അതിന്റെ എംഫസിസും ഫോക്കസും മുഴുവനും അവരുടെ ദുർബലതയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ കാലം പുരോഗമിച്ചപ്പോൾ മനുഷ്യന്റെ ചിന്തകൾ കുറച്ചുകൂടെ വലുതായപ്പോൾ ഒരാളുടെ കുറവിനെ നോക്കാതെ കഴിവിനെ നോക്കണം എന്നുള്ള ആസ്പെക്ട് വന്നപ്പോൾ now we say like differently able, അവരുടെ കഴിവ് വ്യത്യസ്തമാണ്. ഒരിക്കലൊരു കാട്ടിലെ സ്കൂളിൽ ക്ലാസ് വന്നിട്ടാണ്. സബ്ജക്റ്റുകൾ പലതാണ്. ഒന്ന് നീന്തല്, ഒന്ന് പറക്കുന്നത്, ഒന്ന് മരം കയറുന്നത്, നാലാമത്തെ സബ്ജക്റ്റ് ഓട്ടം. നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഓടുന്ന ഒരു സബ്ജക്റ്റ് ആണോ ഓട്ടം? റണ്ണിങ് ഇതിന്റെ സബ്ജക്റ്റ് ഒരു തിരക്കാണ്. The second subject was swimming. Big on the subject in school. Okay. ഒരു ഫോറസ്റ്റിലെ സ്കൂളിൽ ഇതൊക്കെ സബ്ജക്റ്റ്. The third subject is flying. Fourth subject was climbing trees. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തിട്ട് പോയി. പറക്കുന്നതിന് ക്ലാസ് എടുത്ത പരുന്നായിരുന്നു. ആ ക്ലാസ്സിൽ മീൻ ഫസ്റ്റ് ലെസൺ വരെ തോറ്റുപോയി. ഫിഷ് കുഡിങ് ഫ്ലൈ. പിന്നെ ഞാൻ കടുവയുടെയും ആട്ടുകൂടിയുടെയും കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരും തോറ്റുപോയി. സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആയിരുന്നു. ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞെങ്കിലും സ്വിമ്മിങ്ങിന് ഫിഷ് ഫസ്റ്റ് വന്നു, താറാവ് ഫസ്റ്റ് വന്നു. പക്ഷെ കോഴിക്കുഞ്ഞ് ആ സബ്ജക്ട് ഫസ്റ്റ് ഗ്രേഡിൽ തോറ്റുപോയി. പിന്നെ എക്സാം പോലും എഴുതാൻ കടുവാക്കൊന്നും പോയില്ല. കാരണം ഭയങ്കര ശക്തമാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. The fourth subject was climbing tree. ആ സബ്ജക്റ്റില് കടുവ ഫസ്റ്റ് കയറി വന്നു. മീനൊന്നും എക്സാം പോലും എഴുതിയില്ല. ക്ലാസ് തുടങ്ങിയത് അറ്റൻഡൻസ് ഷോർട്ടേജ് ഇല്ലാത്ത പോലെ. കാരണം വരാൻ പറ്റത്തില്ല ഈ സബ്ജക്റ്റ്. സോ ദേ കുഡ്ന്റ് കം. അപ്പൊ ആ എക്സാം പോലും എഴുതാൻ പറ്റാതെ തോറ്റുപോയി. നാലാമത്തെ സബ്ജക്റ്റും അതുപോലെ തന്നെ റണ്ണിങ് ആയിരുന്നു. അതിനകത്ത് പുലിക്കുട്ടി ആരും വന്നു, ആട്ടുകുട്ടി പുറകെ വന്നു. മീനും എക്സാം എഴുതാൻ പറ്റാതെ തോറ്റുപോയി. പക്ഷെ ഈ 4 സബ്ജക്റ്റിലും ജയിച്ച ഒരേ ഒരു നല്ല ആക്റ്റീവ് സ്റ്റുഡന്റ് ആ കാട്ടിലുണ്ടായിരുന്നത് ഓന്നാണ്. ഓന്നിനാകെ ഒന്നും ഓർമ്മയില്ല. കാരണം ഓന്നിന് വേണേ പറക്കാൻ പറ്റും, ഓന്നിന് വേണേ വരങ്ങാൻ പറ്റും, വെള്ളത്തിൽ ഉണ്ട്. പക്ഷെ ഓന്നിന് പോലും പ്രയോജനമില്ല. പലപ്പോഴും നമ്മുടെ സിസ്റ്റം ഇതാണ്. ഓരോരുത്തരുടെ കഴിവ് ഡിഫറെന്റ് ആണ്. പക്ഷെ വി വാണ്ടഡ് ടു മെഷർ ദം വിത്ത് ഈ സെയിം സ്കെയിൽ. അപ്പൊ എന്ത് പറ്റും? ഒരാളുടെ ഡിഫറൻസിനെ നമ്മൾ പലപ്പോഴും പറയും അയാളൊരു ഡിസേബിൾഡ് പേഴ്സൺ. ഒരു നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു മരുന്ന് വന്നു. ആ മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം രാത്രി പിടിക്കും. അതാണ് ആ മരുന്നിന്റെ പ്രത്യേകത. ആ നാട്ടിൽ എല്ലാവരും മരുന്ന് കഴിച്ചു. പക്ഷെ ഒരാൾ മാത്രം കഴിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ ആ ബുദ്ധിമാൻ, ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ ഈ 99 പേര് ചെയ്തെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമുള്ള ഒരാളുണ്ട്. ആരാണ്? ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ദൈവിക വിഷയമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ദൈവത്തിന്റെ ഒരു കഴിവാണ്. ദൈവം ഉണ്ടാക്കിയ ഒന്നുപോലെ വേറൊരു ഇല പോലും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പ് പോലും ഡിഫറെന്റ്, നമ്മുടെ കണ്ണ് പോലും ഡിഫറെന്റ് ആണ്. വി ഓൾ ആർ ഡിഫറെന്റ്. പക്ഷെ നമുക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നുള്ളത് നിർബന്ധം. ഒരുപോലെ ചിന്തിക്കണം, ഒരുപോലെ
അവിടെയാണ് ദൈവം എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്, യൂണിഫോമിറ്റി അല്ല ക്രിസ്ത്യൻ യൂണിറ്റി. എല്ലാവരും ഒരുപോലെ ആക്കുന്നതല്ല ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. ഇവിടെയാണ് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ വേൾഡിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ റെസ്പെക്ട്ഫുള്ളി കെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ അത് എ പേഴ്സൺ ഹു ഹാസ് physical, mental, or psychological impairment that may affect one or more major life activity എന്ന് പറയുന്നത്. ജീവിതത്തിലെ പല മേഖലകളെ ബാധിക്കുന്ന വിധം ഉണ്ടാകുന്ന ഇമ്പയർമെന്റുകളെയാണ് പലപ്പോഴും പറയുന്നത്. ഈ ഒരു ഇമ്പയർമെന്റ് നമുക്ക് തോന്നും ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആയിരുന്നു പണ്ടൊരു 2000 വരെ. ഇപ്പോഴുള്ള ഒരു ഡിസബിലിറ്റിയുടെ ആയി വന്നാൽ നിങ്ങൾ പലരും ഡിസബിൾഡ് ആണെന്ന് പറയേണ്ടി വരും. എന്താണെന്നറിയോ? ഡിജിറ്റലി ഡിസബിൾഡ്. ഇനി ഞാൻ വിമൻസ് ഫെലോഷിപ്പിന്റെ സ്പീക്കിംഗ് ഇരുന്നിട്ട് പെട്ടെന്ന് ഈ ഇൻസൈറ്റ് ആരോ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഈ വേൾഡിലുള്ള ഈ പറയുന്ന ഫണ്ട് അയക്കണമെന്നും അതിന്റെ മെസ്സേജ് വരുമെന്നും അതൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് അറിയുന്നില്ല. അതൊരു ഡിജിറ്റൽ ഡിവൈഡാണ്. വളരെ ഡിവൈഡ് ആയി മാറിയത് ഡിജിറ്റൽ ആക്സസ് ഇല്ല. പലരും പഴയ ഫോണിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഈ അല്ലെ ഇത്രയൊക്കെ മാറ്റം വന്നത് അത് അറിയുന്ന പോലും ഇല്ലേ. അതൊരു ഡിസബിലിറ്റി ആയിട്ട് മാറി. അപ്പൊ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോമൺ ക്രൗഡില് ഡിഫറെന്റ് ആയിട്ട് മാറുന്നതിനെ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഓരോരുത്തരുടെയും കഴിവിനെയും അതിനെ കെയർഫുള്ളി കേറ്റർ ചെയ്യാൻ ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുകയാണെന്നും ഈ കാലത്ത് വളരുവാൻ എല്ലാവർക്കും സാധ്യതയുള്ളത് ഉപയോഗിക്കണമെന്നും പ്രാരംഭമായിട്ട് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന വലിയ വെല്ലുവിളിയുണ്ട്. ഇങ്ങനെ ഡിസബിൾഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് സഭയിൽ വരുന്നത് പോലൊരു ചലഞ്ചായിട്ട് മാറുന്ന ചില സാഹചര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും കെയർ ചെയ്യണമെന്ന് പറയുന്നത്. ചർച്ച അഫക്ട് ചെയ്യുന്ന വലിയ ഡിസബിലിറ്റി ഒന്നാമത്തെ കാര്യം ദൈവം മൈനോറിറ്റി എന്നുള്ളതാണ്. ചെറിയ ഗ്രൂപ്പാണ്, കുറച്ചുപേരല്ലേ ഉള്ളൂ. നമ്മൾ ഇത്രയും പേരെന്തിനാണ് ആ ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. ആ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഒരു, പക്ഷെ അവരുടെ നീഡ് വലുതാണ് എന്ന് ഓർമ്മയിൽ വരും. ഒരമ്മ ഇന്നലെ പറയുകയായിരുന്നു, അച്ഛൻ ഞാൻ പള്ളിയിൽ പോയിട്ട് 25 വർഷമായി. എൻ്റെ മോൻ വളർന്ന ശേഷം ഈ പള്ളിയിൽ പോകാൻ പറ്റില്ല. അവൻ ഓടി നടക്കും, ശബ്ദം ഉണ്ടാക്കും. പലർക്കും ഞങ്ങളുടെ മോനൊരു ബുദ്ധിമുട്ടാണ്. ദൈവം ഒരുപക്ഷെ ഏറ്റവും കൊണ്ട് പ്രസാദിക്കുന്ന മനുഷ്യൻ ആ കുഞ്ഞിന്റെ സാന്നിധ്യവും ആ കുഞ്ഞിനെ കരുതുന്ന ഒരു ആത്മീയ അന്തരീക്ഷമായിരിക്കും അല്ലേ. ദൈവത്തിന്റെ ഹിതത്തിൽ അവനെ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ് ഒരു ഇൻക്ലൂസീവ് ചർച്ച് കർത്താവാണ്. പക്ഷെ നമ്മളുടെ കാഴ്ചയിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു സഭ എന്ന് പറയുന്നത് ഒരു ദൈവഹിതം ചിന്തിക്കുന്ന വിധം ഉയരുമ്പോഴാണ് ഈ മൈനോറിറ്റിയുടെ നീഡ് പോലും മജോറിറ്റിക്ക് സ്ട്രെങ്ത് ആയി മാറുന്നത്. രണ്ട്, ഈ ഡിസബിലിറ്റി അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ വലിയൊരു മേഖല എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യം. ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പ്രയാസമായിരുന്നു. അല്ലെ കുറെ കാലം കഴിഞ്ഞായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ശരിയാണ്, ഐ ഹാവ് എ പ്രോബ്ലം. ആ സമയം കൊണ്ട് പലരുടെയും ലൈഫ് ഒരുപാട് നശിച്ചു കാണും, അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ടൈം നഷ്ടപ്പെട്ടു പോയി കാണും. അതൊരു വലിയ ചലഞ്ചാണ്. മേക്കിംഗ് ദം ടു ഹാവ് എ റൈറ്റ് അക്സെപ്റ്റൻസ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദെയർ റിലേഷൻസ്. ഈ അത് ഗ്രീഫ് പോലാണെന്ന് പറയുന്നത്. നമ്മുടെ അതിദുഃഖം പോലെയാണ് ഈ ഡിസബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്. എലിസബത്ത് കുൾബർ-റോസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഈ ഗ്രീഫിന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് നോക്കിയോ, ഡിനയിലാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവം നമ്മൾ ആദ്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി മുന്നോട്ട് വരും, അങ്ങനെ സംഭവിച്ചു, പക്ഷെ വൈ മീ, ഒരു ആംഗിൾ സ്റ്റേജ്. അതുകൊണ്ട് ഇതിന് അടുത്തൊരു സ്പേസ് ഉണ്ട്, ബാർഗെയിനിങ്. വൈ ഓൺലി മീ, വൈ കാൻറ്റ് യു ഡു ദിസ് വേ. നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും നമ്മുടെ സിറ്റുവേഷൻ. അടുത്തൊരു ലെവൽ എന്ന് പറയുമോ, ഇതൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന കേസും. നമ്മൾ ഡൗൺ ആവും. ഒരു ആർഗ്യുമെന്റും ഇല്ല, ഒരു ആംഗറും ഇല്ല, ഒരു ബാർഗെയിനിങ്ങും ഇല്ല, ഒരു ഡിനയിലും ഇല്ല. ഹോപ്പ്ലെസ് ആയിട്ട് മാറുന്ന, ഹെൽപ്ലെസ് ആയിട്ട് മാറുന്ന കേസും. പലരും അവിടെ കൊണ്ട് നിൽക്കുമെങ്കിലും ശരിക്കും ഒരു മനുഷ്യനെ തന്നെ നെക്സ്റ്റ് ഫേസ് എന്നറിയോ, നെക്സ്റ്റ് ഫേസ് ആണ് അക്സെപ്റ്റൻസ്. ഐ ആക്സെപ്റ്റ് ദിസ് ഈസ് ദ റിയാലിറ്റി, നൗ ഐ ഹാവ് ടു ഗോ ഫോർവേഡ്. ജീവിതത്തിൽ ഈ ഒരു ഫേസിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. അക്സെപ്റ്റൻസ് എന്നുള്ള ഫേസിലേക്ക് പലപ്പോഴും
ഈ ഒരു ഫേസിലേക്ക് പോകുമ്പോൾ നമ്മളെയൊക്കെ നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പലരുടെ ആവശ്യങ്ങളെ സ്നേഹത്തോടെ സമീപിക്കുമ്പോൾ മാത്രമാണ് സാധ്യമാണ്. മൂന്നാമത് ഉണ്ടാകുന്ന വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോകുന്ന ഒരാളിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട്. their discipline, their participation, their lifestyle എല്ലാം ഒരു സാധാരണ ഒരാളെ പോലെ ആയിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, how can they be like somebody else? നമ്മൾ ഡിമാൻഡ് ചെയ്യണം ഇങ്ങനെ ഇരിക്കണം ഈ കുട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം ഈ വ്യക്തി. ഇപ്പൊ ഡിപ്രഷന്റെ അവസ്ഥകൾ കടന്നു പോകുന്ന ഒരാൾ എന്നും പള്ളിയിൽ ആക്റ്റീവായിട്ട് വരണം. they cannot even smile, they cannot even get ഡിപ്രഷൻ സിവിയർ ആണ്. ഞാൻ പറഞ്ഞ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ശാന്തമായിരിക്കും, ഒന്നും പേടിക്കേണ്ട ഒരു ആൻസൈറ്റി ഉള്ള ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളോട് പറയുകയാണ്, ഒന്നും നിന്റെ ചിന്തയായില്ല, നീ ഒന്നും വിഷമിക്കണം, അതൊക്കെ നീ മാറിയാൽ മതി, നീ മാറി ചിന്തിച്ചാൽ OCD ഉള്ള ഒരാൾ എപ്പോഴും കൈ കഴുകണമെന്ന് വാശിയാണ്, എപ്പോഴും കൈ കഴുകുന്നതിനെ കണ്ടാമിനേറ്റഡ് ആയിപ്പോലുള്ള ചിന്തയാണ്. അയാളോട് പറയാം വെറുതെ ഇതിന്റെ തോന്നല്ല. ചിലർ OCD, ചിലർക്ക് എല്ലാം വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. അവരെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുവാണ്, ഒരു ഗ്രേ ഏരിയ ലൈഫിലുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഡിസബിലിറ്റി. അപ്പൊ ഇവിടെയാണ് ഒരാളെ നമുക്ക് എക്സ്പെക്ടേഷൻ കൊണ്ട് മൂടാൻ പറ്റത്തില്ല. അവരെ അവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു റെസ്പോൺസിബിലിറ്റി. നാലാമത്തെ ഡിസബിലിറ്റി ഒരാളുടെ ചലനങ്ങളൊക്കെയാണ് അവരുടെ അൺഎക്സ്പ്ലെയിനബിൾ ഫ്യൂച്ചറിസ്റ്റിക് ആക്ടിവിറ്റി. നാളെ എന്തായി തീരുമെന്നുള്ള ചിന്തയാണ്. ഇതൊക്കെയും ഒരു റിയാലിറ്റി പോലെ അതിൽ കടന്നു പോകുന്ന ചില വെല്ലുവിളികൾ. ഇവിടെ ചർച്ചിന് ചില റോളുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ചർച്ച് ഈസ് ഗീവ് റെസ്പെക്ട് എന്ന് പറഞ്ഞു. ഗീവ് റെസ്പെക്ട്. എങ്ങനെ റെസ്പെക്ട് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യുക. ഒരാളുടെ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാമത് ഈ കാര്യം അറിയാമോ? ഒരു അമ്മ ഇന്നലെ പറയാം, അച്ഛാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഡോണ്ട് ഗീവ് എ ഡിഫറെന്റ് ലുക്ക്. ഒരാൾക്ക് അവരോട് നെറ്റിൽ റെസ്പെക്ട് അറിയാമോ? അവരെ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ലുക്ക് കൊടുക്കുക എന്നത് എന്റെ മോനെ ഒന്ന് നിങ്ങൾ നോക്കാതിരുന്നാൽ എനിക്ക് സന്തോഷമാണ്. അത്ര ഒരു സഹായം ചെയ്താൽ മതി. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കാമോ? ഇത് വെരി ഹാപ്പി. അൺടൈംലി ആയിട്ടുള്ള അഡ്വൈസ് കൊണ്ട് വരാതിരിക്കാമോ? ഇറ്റ്സ് പാർട്ട് ഓഫ് അഡ്വൈസ്. ദ സെക്കൻഡ് തിങ്, ജെന്യുവിൻ കെയർ എന്നുള്ളതാണ്. ചർച്ച ചെയ്യാൻ പറ്റും. അൺഅവെയർഡ് ആയിട്ടുള്ള പീപ്പിളിന്റെ റിയൽ നീഡ്സിനെ മനസ്സിലാക്കി അവരെ സഹായിക്കുക. അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെയ്യുക. അവർക്ക് ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ നെസസറി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ് ക്രിയേറ്റ് എ പർപ്പസ് ഫോർ ദെയർ ലൈഫ്. ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു ആത്മീയ കൂട്ടത്തിന്റെ ഭാഗമായിരിക്കും എന്തിനാണ് ജീവിക്കുന്ന ഒരു പർപ്പസ് പലപ്പോഴും ഡിഫിക്കൽറ്റികളെ കടന്നു പോകുന്നതാണ്. അവിടെയാണ് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന, ജയം ഉറപ്പായിരിക്കുന്ന, അല്ലെങ്കിൽ ജയത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ദൈവരാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഈ ബലമുള്ള സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെ നിശ്ചയമായിട്ട് അവരുടെ ജീവിതങ്ങളിൽ സന്ദേശമുള്ള ഉറപ്പുള്ള വഴി നടക്കാൻ അവരെ ബലപ്പെടുന്നു. ഒരു ലിനിയാറ്റിയെ എനിക്ക് പരിചയമുണ്ട്. ലിനിയാറ്റിക്ക് 3 മക്കൾ, 2 പേരും സെറിബ്രൽ പാൾസിയുള്ള, മൂവ്മെന്റ് പോലും ഇല്ലാതെ കിടക്കുന്ന കുട്ടികളാണ്. ഒരാൾ മാത്രമാണ് ഇച്ചിരി ആക്റ്റീവായിട്ടുള്ളത്. ഈ ആന്റിയെ പക്ഷെ ഇപ്പൊ കണ്ടാൽ ഭയങ്കര ഗ്രേസ്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരിയെ പോലെ ജോബിയായിട്ട് അവളെ കണ്ടിട്ട്. അപ്പൊ ആന്റിയോട് പറഞ്ഞു, ആന്റി എങ്ങനെയാണ് ആന്റി പറ്റുന്നത്? അപ്പൊ ആന്റിയുടെ ഒരു ഉള്ളിലെ കിട്ടിയേക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത്, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന, ജീവിതത്തെ മനസ്സിലാക്കിയിരിക്കുന്ന സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്, ദൈവം എന്നെ ശരിക്കും മനസ്സിലാക്കി എനിക്ക് ഒരുപാട് സ്നേഹവും ക്ഷമയും കരുതാനുള്ള സാഹചര്യമുള്ള ഒരാളാണെന്ന് എന്നെ മനസ്സിലാക്കി എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഒരു ഉത്തരവാദിത്വം. എനിക്ക് ഈ കഴിവ് ദൈവം തന്നിട്ട് ഇതെനിക്ക് ചെയ്യാൻ ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്നെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതാണ് എന്റെ ഡിഫിക്കൽട്ടി. ജിനുമോൾ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടൊരു പെൺകുട്ടി. ജിനുമോൾക്ക് 2 കൈയില്ല, പക്ഷെ നല്ല മാലാക പോലെ സുന്ദരിയായ പെൺകുട്ടി. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് സംസാരിക്കും, ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കറൊക്കെ എറണാകുളത്ത്. ജിനുമോൾക്ക് ഒരു അമ്മയില്ല, എറണാകുളം
പ്ലേസാണ്. ജിനുമോളെ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ജിനുമോളുടെ ഒരു പ്രത്യേകത വളരെ ഭയങ്കരമായിട്ട് ദൈവകൃപയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. ജിനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 2 കൈ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് കൈകളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ കാര്യങ്ങൾ? ഇവിടെയാണ് ഒരു ചർച്ചിന്റെ റോൾ. ഒരാളുടെ ഉള്ളിൽ ഈ ഒരു ഡിവൈൻ പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ് ഒരു ചർച്ച് ജീവനുള്ള ചർച്ചായിട്ടും പ്രവർത്തിക്കുന്ന ഇടമായിട്ടും ഒക്കെ മാറുന്നത്. ഫിറോസ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓർമ്മിച്ച് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ. ഫിറോസ്നയ്ക്ക് ഇതുപോലെ തന്നെ ജീവിതത്തിലെ വളരെ ലിമിറ്റേഷൻ ഉള്ള പെൺകുട്ടിയാണ്. അപ്പം അവള് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ ഉപ്പയോ ഉമ്മയോ ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കേണ്ടത്? ജീവിതത്തിൽ നമുക്ക് സ്പിരിച്വൽ മീനിങ് പലപ്പോഴും ചിലർക്കില്ല എന്നുള്ളതാണ്. സിറ്റുവേഷനെ ചിലപ്പോൾ വളരെ വേഴ്സായിട്ട് കാണുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവികമായ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് ഗോഡ്സ് കെയറിംഗ് നേച്ചറിനെ പറ്റിയാണ്, ദൈവത്തിന്റെ കരുതുന്ന സ്വഭാവത്തെ പറ്റിയാണ്. ഞാനൊരു PPT ഒക്കെ ഉണ്ടാക്കിയായിരുന്നു, എനിക്കറിയത്തില്ല സാധാരണ വരാറുള്ളതാണ്, ഞാൻ കൃഷിയും ദൈവത്തിന്റെ കരുതുന്ന സ്വഭാവത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. 146 സങ്കീർത്തനം ആരംഭിക്കുന്നതല്ലോ, ജീവനുള്ളതെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം ഞാൻ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഒരു സത്യം എന്ന് പറയും, നമ്മളും ഈ ഡിസബിലിറ്റിയുമായിട്ട് ഒരു നേർത്ത വ്യത്യാസമില്ല. മുകളിലോട്ട് പോയ ഏതെങ്കിലും ഒരു ചെറിയ വെയിൻ ഒന്ന് പൊട്ടിയാൽ നമ്മുടെ ഡിസബിലിറ്റിയിലേക്കുള്ള ദൂരം നമുക്ക് സെക്കൻഡുകൾക്ക് അപ്പുറം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ പാടുന്നറിയോ, ജീവനുള്ള കാലത്തോളം ഞാൻ യഹോവയെ സേവിക്കുമെന്നും ഞാൻ ഉള്ളിടത്തോളം ഞാൻ ദൈവത്തിനെ കീർത്തനം ചെയ്യുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നിട്ട് ദൈവത്തെ പറ്റി പറയുന്ന ദാവീദിന്റെ തിരിച്ചറിവുണ്ടല്ലോ, പീഡിതർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നവനാണ്, വിശുദ്ധർക്ക് ആഹാരം കൊടുക്കുന്നവനാണ്, ബന്ധന്മാരെ അഴിച്ചു വിടുന്നവനാണ് ദൈവം, കുരുടനെ കാണിച്ചു കൊടുക്കുന്നവനാണ്, യഹോവ കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ വിടുതലുകളെ നടത്തുവാൻ കഴിയുന്ന ദൈവമാണ്. അപ്പൊ നമുക്ക് ചോദ്യം, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും നേരെ ശ്രദ്ധിച്ചാൽ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ദൈവം എന്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേ ചോദ്യമാണ് മോശ കർത്താവിനോട് ചോദിച്ചത്, ദൈവമേ എത്രയോ മിടുക്കന്മാർ ഈ നാട്ടിലുണ്ട്, പിന്നെ എന്തിനാണ് സംസാരിക്കാൻ കഴിയുന്നില്ലാത്ത എന്നെ നിന്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്? അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ മോശയോടുള്ള ദൈവത്തിന്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. മനുഷ്യന് വാ കൊടുത്തത് ആരാ? ഊമനെ ചെവിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആരാ? യഹോവയായ ഞാനല്ലയോ? ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതി എന്തിനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അടുത്തൊരു വാചകത്തിലേക്ക് നമുക്ക് പോകാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ചിലർക്ക് ഈ സംശയം ഉണ്ടായി, എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? ഇത് ആളുകളുടെ കുഴപ്പം കൊണ്ടല്ലേ, ഇതവരുടെ മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് ചിലര് അടുത്ത് വരുമ്പോൾ യോഹന്നാൻ 9:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവരുടെ ഹൃദയം തുറന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്. 9:3 പറയുന്നു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവനെങ്കിൽ വെളിപ്പെടേണ്ടതിനത്രേ. ദൈവത്തിന്റെ മഹത്വം ചിലരിൽ കാണുവാൻ ദൈവത്തിന്റെ പദ്ധതി ചില ജീവിതങ്ങളിലൂടെ നടക്കുകയാണെന്നും ഈ പദ്ധതിയെ തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ നിശ്ചയമായിട്ടുണ്ടാകും. നമ്മുടെ ബലഹീനതകളിൽ പരിമിതികളൊക്കെ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ഡിഫറൻസും ഡിഫിക്കൽറ്റിയും ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ കൃപ തരുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിച്ച് നിൽപ്പാൻ ദൈവം നമ്മൾക്ക് വിളിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിന് ആരെങ്കിലും കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ, ഒരാളോട് ഇച്ചിരി അധികം സ്നേഹമുണ്ടെങ്കിൽ, അത് ഡിഫിക്കൽറ്റിയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയുമാണെന്ന് അതിന് നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് കരുതുന്ന ഹൃദയമാണെന്നും പ്രതിസന്ധിയിലൂടെ നടക്കുന്നവർക്ക് ബലം നൽകുവാൻ ആഗ്രഹിക്കുന്ന ശക്തി പകരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഒരു നേരത്തെ ആദ്യമേ ഓർമ്മിക്കും. രണ്ടാമത് നമുക്ക് ദൈവത്തെ മാനിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ ജീവിതമാണ് നമുക്കുള്ളതെന്ന് പറയാം. ബലഹീനനെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകരാണ് നമ്മൾ. ഇന്ന് വായിച്ച 2 ശമൂവേൽ 9-ാം അധ്യായത്തില് ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ പാട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ദയ കാണിക്കുവാൻ അദ്ദേഹം ചെയ്യുന്ന ഒരു പരിശ്രമം കാണാൻ പറ്റുന്നുണ്ട്. 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്
ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. എന്താ പരീക്ഷിക്കുന്നത്? അടുത്താഴ്ച വരുമ്പോൾ എല്ലാ പിള്ളേരുടെയും എല്ലാ കുട്ടികളുടെയും ബൈബിൾ വേണം കേട്ടോ. ആർക്ക് ബൈബിൾ വരും? എല്ലാവരും ബൈബിൾ ഉണ്ട്. 2 ശമൂവേൽ 9-3 ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടത് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാണ്? ദൈവത്തിന്റെ ദയ എനിക്ക് കാണിക്കണം, എന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം, ഞാൻ അതിന് തടസ്സമാകരുത്. ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിന്റെ ഈ ആഗ്രഹം, കരുതുന്ന ആഗ്രഹം എന്നിലൂടെ നടക്കണം. അപ്പോൾ നോക്കിയപ്പോഴാണ് തനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന, തന്നെ കൊല്ലാൻ ശ്രമിച്ച, തന്നെ നശിപ്പിക്കാൻ നോക്കിയ ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അന്വേഷിച്ചപ്പോൾ വന്നപ്പോഴാണ് ആൾ പറയുന്നത്, ഒരു മോൻ, യോനാഥാന്റെ മോനായിട്ടുള്ള മെഫീബോശെത്ത് എന്ന് പറയുന്ന ഒരു മോനുണ്ട്. ഈ മെഫീബോശെത്ത് ഇവിടെ താമസിക്കുന്നറിയോ? ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖിലിന്റെ വീട്ടിലുണ്ട്. അതെങ്ങനെയാണ് ഈ യോനാഥാന്റെ മോന് ഒരു ബന്ധവുമില്ലാത്ത വേറെ വീട്ടിൽ നിൽക്കുന്നത്? ദൈവത്തിന്റെ കരുണ കാണിക്കാൻ തയ്യാറായ ഒരു വ്യക്തി മുടന്തനായ ഈ മനുഷ്യനെ കരുതുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദാവീദ് ചിന്തിക്കുകയാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ അവനെ കരുതാൻ ഉത്തരവാദിത്തമുള്ള ആൾ. ഐ ഹാവ് ടു ഗിവ് മോർ മെർസി ടു ഹിം. ദാവീദ് എന്താ ചെയ്യുന്നത്? ദാവീദ് ചില എഫേർട്ട് ഇടുകയാണ്. ദാവീദ് തന്റെ പവർ ഫുൾ ഉപയോഗിക്കുക. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്നതെന്നറിയോ? അത് ശരിക്കും ഉപയോഗിക്കുക. ദാവീദ് തന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് ഇറങ്ങാൻ പോവുകയാണ്. ആദ്യം തന്നെ ചെയ്യുന്നതറിയോ? ഈ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുക. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ദാവീദ് അവനോട്, യോനാഥാനോട് പറയുന്നത്, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു, നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും ഞാൻ നിനക്ക് മടക്കി തരുന്നു. ഒരു കാരണവശാലും ഒരു ലോ സൂട്ടും ഫയൽ ചെയ്യാൻ കഴിയില്ലാത്ത ആളാണ് മെഫീബോശെത്ത്. പക്ഷേ ഒന്നും ചോദിക്കാതെ ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുക. ഇന്ന് പലരും കേസ് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പലതും മേടിച്ചു വെക്കേണ്ടത് ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് എല്ലാം അവൻ അവകാശമുള്ള വിട്ടുകൊടുക്കുക. ജസ്റ്റിസ്. 2, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. എന്താ മെഫീബോശെത്തിനോട് പറയുന്നത്? നീ എന്നും എന്റെ മേശയിൽ കഴിക്കണം. അവനൊരു ലൈഫ് കെയർ കൊടുക്കുകയാണ്, രാജാവിന്റെ ഒരു കെയർ കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത കാര്യമാണ്, ഇദ്ദേഹം എന്താ ചെയ്യുന്നു പറഞ്ഞാല്, രാജാവ് ഒരു വലിയ കൽപ്പന ഇറക്കുകയാണ്. രാജാവ് പറയുകയാണ്, നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. സീബ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകരോട് പറയുക, ഇനി നീയും നിന്റെ കുടുംബം ചെയ്യണമെന്നറിയോ? ഈ പറഞ്ഞ മെഫീബോശെത്തിന് വേണ്ടി കൃഷി ചെയ്ത് ആദായം കൊടുക്കണം. രാജാവിന്റെ കൽപ്പന ആയതുകൊണ്ട് കഴിവില്ലാത്ത മെഫീബോശെത്തിന് ബലമായിട്ട് നിൽക്കാൻ ഒരുപാട് പേര് റെഡിയായിട്ടുണ്ട്. പല സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റോൾസ് ഉണ്ട് ചിലരുടെ ലൈഫിൽ. അവന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പക്ഷേ ദാവീദിന് സമയമില്ലെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നവരെ വേണ്ടി ഒരുക്കുന്ന ഒരു മെഫീബോശെത്തിന്റെ ശ്രേഷ്ഠകനായിട്ട് മാറുന്ന ദാവീദിനെ കാണാൻ പറ്റുന്നത് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇതൊക്കെ ഉപരിയായിട്ട് ഏറ്റവും അവസാനം കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ മെഫീബോശെത്തിന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, മെഫീബോശെത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു, അവന്റെ പേരെന്താ? മീഖ. എന്താ കാണിക്കുന്നത്? ഈ 2 കാലം തളർന്നവന് ജീവിതം കൊടുക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ ഒരാളെ കല്യാണത്തിന് തീരുമാനിക്കുമ്പോൾ ഇവിടെയൊക്കെ പ്ലാനിങ് വരുന്നത് എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് വേണ്ടത് അല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാം തികയുന്നിടത്തും നല്ലൊരു പെർഫെക്റ്റ് പാർട്ണർ ഉണ്ടാകുന്നു. എല്ലാ ഗുണങ്ങളും ഉള്ളിടത്തും നല്ലൊരു പെർഫെക്റ്റ് പാർട്ണർ ഉണ്ടാകുന്നു. പക്ഷെ ഒരാളുടെ വീക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നിടത്തുന്ന ഒരു നല്ല പങ്കാളി ഉണ്ടാകും. കാരണം മുറിവേറ്റ 2 പേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഖ്യത്തിന്റെ പേരാണ് കുടുംബം. 2 പേരും വീക്കായിട്ടാണ്, പക്ഷെ പരസ്പരം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീലിംഗിന്റെ പേരാണ് കുടുംബം. ഇവിടെയാണ് മീഖ എന്ന് പറയുന്ന മോൻ
അവിടെ ഒരു സാക്ഷ്യം പോലെ വരികയാണ്. ഇന്ന് ഈ ധ്യാനം അവസാനിക്കുമ്പോൾ കരുതുന്ന ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ പദ്ധതിയിൽ അങ്ങനെ ബഹുമാനിക്കുന്നതിന്റെ ആലോചനയും നമ്മൾ ഇന്ന് ധ്യാനിക്കുകയുണ്ടായി. ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു ആഴ്ചയിൽ എത്ര തവണ രോഗികളായിട്ടുള്ള പ്രയാസപ്പെട്ടവരെ സന്ദർശിക്കാൻ നമുക്ക് പറ്റി? നേഴ്സുമാരോടും ഡോക്ടർമാരോടും അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലാത്തവരെ. എല്ലാ ദിവസവും രോഗികളെ കാണുന്നുണ്ടായിരുന്ന ചായന്ന് നല്ല നേഴ്സുമാരെല്ലാവരും പറയും. പക്ഷെ നമ്മുടെ ജോലിയല്ലാതെ പ്രയാസപ്പെടുന്നവർ എത്ര പേരെ കാണാൻ പറ്റും നമുക്ക്? ഹൗ ഡു യു സീ ദ ഹോപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? എങ്ങനെയാണ് അവരിൽ ദൈവത്തിന്റെ ഒരു പ്രതീക്ഷ കാണാൻ കഴിയുന്നത്? ഹൗ ഡു യു പ്രേ ഓർ സപ്പോർട്ട് ദം? എങ്ങനെയാണ് നമ്മുടെ സാധ്യതകൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നത്? ഒന്ന് ഓർമ്മിക്കട്ടെ, ഈ ഏറ്റവും നല്ല നീതി ചെയ്ത, കരുണ കാണിച്ച, എല്ലാ വിവരങ്ങളും കൊടുത്ത ദാവീദിനെ ഉണ്ടല്ലോ, അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ എന്താണെന്ന് അറിയാമോ? അടുത്ത അധ്യായത്തില് ഈ ചെയ്തതിന്റെ ഒക്കെ ഫലം അനുഭവിക്കുന്നതാണ്. എങ്ങനെ? ഇതേ കരുണയുടെ വേറൊരാൾ തീരും. അവർ തീരും തിരിച്ച് യുദ്ധത്തിൽ വന്ന ദാവീദിന്റെ എക്സ്പീരിയൻസ്. നല്ല മനസ്സോടെ രണ്ടാമത്തെ ആൾ എത്തിയത്, ആദ്യത്തെ ആളെ ഹെൽപ്പ് ചെയ്തതുപോലെ രണ്ടാമത്തെ എന്തൊക്കെ പറ്റി? അത് അവസാനം ദാവീദിന്റെ പണിയായിരുന്നു. അപ്പൊ ദാവീദ് പോട്ടെ, ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞത് തിരുമുറിവാണ്. ദൈവത്തെ ഓർത്തല്ല ഞാൻ ചെയ്യുന്നത്, ദൈവത്തിന്റെ ദയ ഞാൻ കാണിച്ചത്. പക്ഷെ ഇങ്ങനെ മിടുക്കനായിട്ട് ദാവീദ് ഞാൻ എത്ര നല്ലവനാണെന്ന് ഓർത്ത് നിൽക്കുന്ന ദാവീദിനെ പിന്നെ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാൻ പറ്റുന്നതെന്നറിയോ? ബേത്ശേബയോട് പാപം ചെയ്ത് ജീവിതത്തിന്റെ വിശുദ്ധി കളഞ്ഞു കുടിച്ച എല്ലാ തകർച്ചയ്ക്കും കാരണമായ ഒരു ദാവീദിനെ കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ നല്ല പ്രവൃത്തി ഒന്നും നമ്മുടെ കഴിവാണെന്ന് ചിന്തിക്കുന്നിടത്ത് തൊട്ടു മുമ്പിൽ ഒരു അപകടമുണ്ടെന്ന് ഓർപ്പിക്കുക. തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവിക ശുശ്രൂഷയിൽ നിൽക്കാൻ ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുകയാണ്. എവിടെയാണോ ഒരു മനുഷ്യന് ഞാൻ തന്നെ പെർഫെക്റ്റ് ആണെന്നും നല്ലതാണെന്നും തോന്നുന്നത്, അതിന് പറഞ്ഞ പേരാണ് സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവിക ശുശ്രൂഷയിൽ വിനയത്തോടെ നിൽക്കാൻ, അനേകരുടെ ജീവിതത്തിൽ ധൈര്യത്തോടെ ബലം കൊടുക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ഈ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിക്കുക, നമ്മളൊക്കെ പല കഴിവുകളും ആരോഗ്യവും ഉള്ളവരാണ്. ഇത് കളഞ്ഞു കുളിക്കും. വേണ്ടാത്ത ശീലങ്ങളിലൂടെ നടന്ന് നമ്മുടെ ആരോഗ്യത്തെയും കഴിവിനെയും കളയരുത്. മദ്യവും മറ്റുപയോഗവും ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ വൈകല്യങ്ങളിലേക്ക് തീരുന്ന നമ്മുടെ ശീലങ്ങൾ ഉണ്ടെങ്കിൽ, ഭക്ഷണം ഉണ്ടെങ്കിൽ, വ്യായാമമില്ലാത്ത രീതികളുണ്ടെങ്കിൽ വൈകല്യം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ ദൈവം തന്ന ആരോഗ്യത്തെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയണം. ചിലതെങ്കിലും അപകടകരമായ രീതിയിലൂടെ നടന്ന അപകടം ഉണ്ടാക്കിയിട്ടല്ല ഈ വൈകല്യത്തെ ചോദ്യം ചെയ്യണം. ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും നമ്മൾ കാണിക്കേണ്ടവരാണ്. ദൈവം തന്നിട്ടുള്ള ആരോഗ്യവും കഴിവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.